ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له ونشهد أن محمدا عبده ورسوله أرسله بالحق بشيرا ونذيرا ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أيها الإخوان والأخوات أوصيكم بنفسي أولا بتقوى الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما بسم الله الرحمن الرحيم إن ربك لبالمرصاد സ്നേഹമുള്ള മുഅ്മിനുകളായ സഹോദര സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുവിന്റെ വിധിവിലക്കുകൾ ജീവിതത്തിലുടനീളം പ്രാവർത്തികമാക്കി ജീവിക്കണമേ എന്ന് ആദ്യമായി ഉണർത്തുകയാണ്, ശക്തമായ ഭാഷയിൽ വസിയ്യത്ത് ചെയ്യുകയാണ്. ഈ വസിയ്യത്ത് ജീവിതത്തിലുടനീളം പ്രാവർത്തികമാക്കി ജീവിക്കാനുള്ള തൗഫീഖ് തന്ന് അല്ലാഹു നമ്മെ ഓരോരുത്തരെയും തുണക്കുമാറാവട്ടെ. സഹോദരങ്ങളെ, നമ്മൾക്കെല്ലാവർക്കും കാണാപ്പാടമുള്ള സൂറത്ത് ഫജ്റിലെ ഒരു ചെറിയ വചനമാണ് ഓർമ്മയിൽപ്പെടുത്തിയത്. ഇന്ന റബ്ബക ലബിൽ മിർസാദ്. ഇന്ന് ഉണർത്താനുള്ളത് ഈ ആയത്തിന്റെ ചെറിയൊരാശയം മാത്രമാണ്. കാരണം ഇതിന്റെ അർത്ഥം, ആശയം നമ്മൾ യഥാവിധി മനസ്സിലാക്കിയാൽ നമ്മൾ ഓരോരുത്തരുടെയും ജീവിതത്തിൽ എന്തെന്നില്ലാത്തൊരു പരിവർത്തനം ഉണ്ടാവും. നമുക്ക് വലിയൊരു ആശ്വാസം കിട്ടുകയും ചെയ്യും. നിശ്ചയം നിന്റെ റബ്ബ് പതിസ്ഥാനത്തുള്ളവനാണ്. മിർസാദ് എന്ന് പറഞ്ഞാൽ പഴയ കാലഘട്ടങ്ങളിൽ അർത്ഥം പറയാറുള്ളത് പതിയിരിക്കുന്ന സ്ഥലം എന്നാണ്. ഈ കൃഷിയിടങ്ങളിലൊക്കെ കെട്ടിയുണ്ടാക്കുന്ന കാവൽ മാടങ്ങൾക്കാണ് അറബിയിൽ മിർസ്വാദ് എന്ന് പറയുക. വലിയ കൃഷിയിടങ്ങളുടെ നടുവില് ഉയർന്ന ഭാഗങ്ങളിൽ ചെറിയ മാടങ്ങൾ കെട്ടിയുണ്ടാക്കും. അവിടെ ഇരിക്കുന്ന ഒരാൾക്ക് കൃഷിയിടം മുഴുവൻ കാണാൻ കഴിയും. എന്നാൽ ഈ കൃഷിസ്ഥലത്തെ ആക്രമിക്കാൻ വരുന്ന ജന്തുക്കൾക്കോ അല്ലെങ്കിൽ കള്ളന്മാർക്കോ ഈ കാവൽ മാടത്തിലിരിക്കുന്ന ആളുകളെ കാണാൻ കഴിഞ്ഞുകൊള്ളണമെന്നില്ല. എന്നാൽ പുറത്തേക്ക് കാണാം, തിരിച്ചു കാണാൻ കഴിയില്ല. ഇതിനാണ് മിർസ്വാദ് എന്ന് അറബിയിൽ പറയുക.
ആധുനിക കാലഘട്ടങ്ങളിൽ ഇതിന് ഇപ്പോൾ റഡാറുകൾ എന്നും അർത്ഥം പറയാറുണ്ട്. എന്ന് വെച്ചാൽ ശത്രുക്കൾ ഉണ്ടാക്കുന്ന അപകടങ്ങൾ എവിടെയാണ് പതിക്കുക എന്ന് മനസ്സിലാക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണങ്ങൾ. ഈ ബോംബർ വിമാനങ്ങൾ എവിടെ സഞ്ചരിക്കുന്നു എന്ന് റഡാറുകൾ കണ്ടറിയും. പക്ഷേ റഡാറുകൾ എവിടെയാണെന്ന് ശത്രുക്കൾക്ക് മനസ്സിലാക്കാൻ കഴിയില്ല. ഞാൻ ഇതിന്റെ ഒരു അർത്ഥം പറഞ്ഞു എന്ന് മാത്രം. പ്രിയമുള്ളവരെ, ഇന്ന റബ്ബക ലബിൽ മിർസാദ്, അല്ലാഹു തആല പതിസ്ഥാനത്താകുന്നു. അവനെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നു. നിങ്ങൾക്ക് അവനെ കാണാൻ കഴിയില്ല, അവൻ എല്ലാറ്റിനെയും കണ്ടുകൊണ്ടിരിക്കുന്നു. ഈ വചനം അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറഞ്ഞു തരുന്നത് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രബോധന കാലഘട്ടങ്ങളിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സമയത്താണ്. അള്ളാഹുവിന്റെ റസൂലിന്റെ കൂടെ ഏതാനും ചില അനുയായികൾ മാത്രം. പരിസരത്ത് ഇസ്ലാം പ്രചരിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശ്രുതി ലോകത്ത് പ്രചരിക്കുമ്പോൾ തന്നെ ഈ സമയം കടുത്ത മർദ്ദനങ്ങൾ ഏൽക്കേണ്ടി വരുന്നു. ഒരു വേള സ്വഹാബത്ത് ചോദിച്ചു പോവുകയാണ്, അലസ്ന അലാ ഹഖിൻ അലാ തദ്ഉ ലനാ അലാ തസ്തൻസിറു ലനാ. അല്ലാഹുവിന്റെ റസൂലേ, നമ്മൾ ഹഖിലല്ലേ? നമ്മൾ സത്യത്തിലല്ലേ? അല്ലാഹു എല്ലാം കാണുന്നില്ലേ? അല്ലാഹു നമ്മെ സഹായിക്കുന്നില്ലേ? നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നില്ലേ? എന്നുവെച്ചാൽ ഒരാളുടെ ശരീരത്തിൽ 60-ൽ പരം കുത്തുകളേറ്റ് മുറിവുകൾ സംഭവിച്ച് ആ മുറിവുകളിൽ നിന്നെല്ലാം രക്തവും ചെലവും ഒലിച്ചു വരുന്ന വളരെ പ്രയാസപ്പെടുന്ന ഒരു കാലഘട്ടത്തിലാണ് ഈ ചോദ്യം വരുന്നത് കേട്ടോ. നിങ്ങൾ ബാക്കി ചേർത്തി വായിക്കുക. ഇത്തരത്തിലുള്ള എല്ലാ ചോദ്യങ്ങൾക്കുമുള്ള ഒറ്റ മറുപടിയാണ് ഇന്ന റബ്ബക ലബിൽ മിർസാദ്. അല്ലാഹു നിരീക്ഷിക്കുന്നുണ്ട്. ഇടപെടാൻ സമയമാകുന്ന ഘട്ടത്തിൽ അവൻ ഇടപെടും. നോക്കൂ, കാവൽ മാടത്തിലിരിക്കുന്ന ഒരാള് ശത്രുക്കൾ കൃഷിയിടത്തിലേക്ക് കയറി വരുമ്പോഴേക്ക് തുരത്തൂല, അല്ലെ? എല്ലാം കൂടെ ഒന്നിച്ചു വരട്ടെ, വന്നിട്ട് എല്ലാം കയറിക്കഴിഞ്ഞാൽ ഒറ്റ അറ്റാക്കിൽ തന്നെ എല്ലാതിനെയും നശിപ്പിക്കുക എന്നതാണ് ആ ഇരിക്കുന്നവന്റെ ലക്ഷ്യമുണ്ടാവുക. മർദ്ദനങ്ങൾ അല്ലാഹു കാണാതിരിക്കുന്നില്ല. മർദ്ദനങ്ങൾ തുടങ്ങുമ്പോഴേക്ക് ഇടപെടുന്ന ഒരു രീതിയല്ല അല്ലാഹുവിൻ്റെത്. ഏതെങ്കിലും ഒരു സമൂഹത്തെ അല്ലാഹു നശിപ്പിക്കാൻ ഉദ്ദേശിച്ചാൽ അതിന് കവിയാനുള്ള അവസരങ്ങൾ അവർക്ക് വർദ്ധിപ്പിച്ചു കൊടുക്കും. എന്നിട്ട് ഇനി ഒരടി മുന്നോട്ട് വിട്ടുകൂടാ എന്ന് തീരുമാനിക്കുമ്പോഴാണ് അല്ലാഹു അവരെ പിടികൂടുക. സഹോദരങ്ങളെ, ഈ വചനം സഹാബത്തിനുണ്ടാക്കിയ മനസാന്നിധ്യം, മനക്കരുത്ത് ചില്ലറയല്ല. കാരണം ഈ പറഞ്ഞതിന്റെ തൊട്ടു മുമ്പ് പറഞ്ഞ ചില ചരിത്ര സംഭവങ്ങളുണ്ട്. ആരൊക്കെയാണ്? നിങ്ങൾ എന്റെ കൂടെ ചില ആയത്തുകൾ ഓർത്തെടുക്കുക. അലം തറ കൈഫ ഫഅല റബ്ബുക ബിആദ് ഇറമ ദാത്തിൽ ഇമാദ് അല്ലതി ലം യുഖ്ലഖ മിസ്ലുഹാ ഫിൽ ബിലാദ്. ആദിനെ, സമൂദിനെ തുടർന്ന് പറയുന്നുണ്ട്, ഫിർഔനിനെ. ഇങ്ങനെ ചില ചരിത്ര സംഭവങ്ങൾ സൂചിപ്പിച്ചു തരികയാണ്. ഞാൻ നിങ്ങൾക്ക് ഈ ചരിത്രം വിശദമാക്കി തരേണ്ടതില്ല, സൂചന പറഞ്ഞു തന്നാൽ മതിയാവും. ആദ് സമൂഹം തൂണ് കണക്കയുള്ള കരിമ്പന പോലെയുള്ള മനുഷ്യരായിരുന്നു അവരെന്ന്. സൗദിയില് ഞാൻ മറ്റൊരു പ്രാവശ്യം പറഞ്ഞു തന്നിട്ടുള്ളത്, സൗദിയിൽ ഖനനം നടത്തിയിട്ട് കണ്ടെത്തിയിട്ടുള്ള ചില ഫോസിലുകളുണ്ട്. ആ ഫോസിലുകളിൽ ഇവരുടെ ഈ ജനവിഭാഗത്തിന്റെ തുടയെല്ലുകൾക്ക് 6 അടിയിലധികം വലുപ്പമുണ്ടായിരുന്നു എന്നാണ്. നിങ്ങൾ നോക്ക്, 6 അടി വലുപ്പം ഒരു മനുഷ്യന്റെ തുടയെല്ലിന് മാത്രം ഉണ്ടെങ്കിൽ അയാളുടെ വലിപ്പം എത്രയായിരിക്കും? അതുകൊണ്ടാണ് ഒരു ബിൽഡിങ്ങുകൾക്കൊക്കെ സമാനമായ ശരീരമുള്ള, കായബലമുള്ള, കടുപ്പമുള്ള ആളുകളായിരുന്നു. അതുകൊണ്ടാണ് അവരെ കുറിച്ച് അവർ മരിച്ചു കിടക്കുമ്പോൾ ഖുർആൻ സൂചിപ്പിച്ചത് കരിമ്പനകൾ വീണ് കിടക്കുന്നത് പോലെയാണെന്ന്.
ഈന്തപ്പന തടികൾ കിടക്കുന്നത് പോലെ എന്ന് പറയാൻ കാരണം അവരെ കുറിച്ച് ഖുർആൻ പറഞ്ഞു എന്നറിയോ? അവരെ പോലെ ഒരു ഖൗമിനെ അള്ളാഹു വേറെ സൃഷ്ടിച്ചിട്ടില്ല. അവരെ മഴ മുഖേന നശിപ്പിച്ചു ഒറ്റ വാക്കിൽ. ഇവരുടെ നാശം കണ്ട് മനസ്സിലാക്കിയ സമൂത് വംശം അവരിൽ നിന്നൊക്കെ രക്ഷപ്പെടുന്നതിന് വേണ്ടി പാറകൾ തുരന്ന് വീടുണ്ടാക്കിയ ആളുകളാണ്. പാറ തുരന്ന് വീടുണ്ടാക്കണമെങ്കിൽ പിന്നെ അവരുടെയൊക്കെ ശക്തി എത്രയായിരിക്കും? ചേർത്തി വായിക്കുക. അവരെയും ഒരൊറ്റ നെഞ്ച് പിളർക്കുന്ന ശബ്ദത്തോടുകൂടെയാണ് നശിപ്പിക്കുന്നത്. പാറ തുരക്കുക എന്ന് നമ്മൾ പറഞ്ഞാല്, അങ്ങനെ വീടുണ്ടാക്കുക എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം അറിയാം? ലൈറ്റസ്റ്റ് ടൂൾസുകൾ ഉപയോഗിച്ച് നമ്മുടെ നാട്ടിൽ ഒരു തുരങ്കമുണ്ടാക്കാൻ, കുതിരാൻ തുരങ്കം അല്ലെ, ഈ പുതിയ NH നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഒരു ചെറിയൊരു തുരങ്കം ഉണ്ടാക്കാൻ എടുത്ത സമയവും അതിന്റെ അധ്വാനവും എത്രയാണ്? ഇതൊന്നുമില്ലാത്തൊരു കാലത്ത് പാറ തുരന്ന് വീടുണ്ടാക്കണമെങ്കിൽ അവരുടെ കരുത്ത് എത്രയായിരിക്കും? അവരെയും ഒരൊറ്റ ശബ്ദം കൊണ്ട് തകർത്ത് കളഞ്ഞു. നിരപരാധികളെ ആണികളിൽ തറച്ച് കുരിശിൽ തറച്ചു കൊല്ലുന്ന ഫറവോനെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ആയത്തെടുത്ത് വായിക്കട്ടെ. വഫിർഔന ദിൽ ഔതാദ് അല്ലദീന തഔ ഫിൽ ബിലാദ് ഫഅക്സറു ഫീഹൽ ഫസാദ് ഫസബ്ബ അലൈഹിം റബ്ബുക സൗത അദാബ്. ശിക്ഷയുടെ ചമ്മട്ടി അല്ലാഹു അവരുടെ മേൽ ചൊരിഞ്ഞു. ഒറ്റ വാക്കിൽ അല്ലാഹു പറഞ്ഞു തരികയാണ്, ഒരു ആശ്വാസം തരികയാണ്. പരീക്ഷണ ഘട്ടങ്ങളിൽ നമ്മൾ വിചാരിച്ചു പോകും ഇത് അവസാനമാണെന്ന്. പക്ഷേ ഏതേത് സ്ഥലത്തു കൂടിയാണ് അള്ളാഹു നമ്മെ സഹായിക്കുന്നത് എന്ന് നമുക്കറിയില്ല. വഹുവ മഅക്കും ഐനമാ കുൻതും ഇന്ന റബ്ബക ലബിൽ മിർസാദ്. ഈ ഫറവോനിസത്തെ കുറിച്ച് ആലോചിക്കുന്ന ഒരു സമയമാണിത് അല്ലെ. ഫിർഔൻ അല്ലാഹു പറഞ്ഞു തരുന്നതറിയാം, ഫിർഔനും വംശവും നശിച്ചു, പക്ഷെ ഫറവോനിസം ലോകത്ത് നിലനിൽക്കും. അതുകൊണ്ടാണ് മൂസാ അലൈഹിസ്സലാമയുടെ കഥ ഖുർആനിൽ ഇത്രയും പറഞ്ഞു തരാൻ കാരണം. ഇസ്രായേലിയരെ കുറിച്ച് ഖുർആൻ നമുക്ക് ഇത്രയും കൂടുതൽ പറഞ്ഞു തരാൻ കാരണം. ഇത്രയും കൂടുതൽ ഞാൻ പറഞ്ഞെന്താ വെച്ചാൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് 135 സ്ഥലങ്ങളിൽ മൂസാ നബി അലൈഹിസ്സലാമയുടെ പേര് പറയുക. പിന്നെ കുറവ് വരുന്നത് ഇബ്രാഹിം നബി അലൈഹിസ്സലാമയാണ്. മുത്തുനബിയുടെ പേരാകെ 4 സ്ഥലങ്ങളേ ഉള്ളൂ. ഇസ്രായേലിയരുടെ കഥയാണ് കൂടുതൽ പറഞ്ഞു തരുന്നത്. എന്തുകൊണ്ടായിരിക്കും? ഫറവോനിസം ഇവിടെ നിലനിൽക്കും. എന്നിട്ട് അള്ളാഹ് നമ്മളോട് പറയണെന്തറിയാമോ? 2 ഭാഗവും അള്ളാഹ് നിരീക്ഷിക്കും. എവിടെ? നമ്മുടെ സ്വഭാവവും നിരീക്ഷിക്കും, അപ്പുറത്തുള്ള സ്വഭാവവും നിരീക്ഷിക്കും. എന്നിട്ട് ആവശ്യമുള്ള സമയത്ത് അള്ളാഹു ഇടപെടും. ആണ് ഇൻ തൻസുറുല്ലാഹ് യൻസുറുക്കും വയുസബ്ബിതു അഖ്ദാമക്കും. നിങ്ങൾ അള്ളാഹിനെ സഹായിച്ചാൽ അള്ളാഹ് നിങ്ങളെ തിരിച്ച് സഹായിക്കും. ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. അള്ളാഹ് നിങ്ങളെ സഹായിക്കുന്നു മാത്രമല്ല, നിങ്ങളെ പാദങ്ങൾക്ക് അള്ളാഹു കരുത്തു തരും. ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് ഇമാം ഖുർത്തുബി റഹിമഹുല്ല പറയുന്നറിയാമോ? ഇൻ തൻസുറു ദീനല്ലാഹ്, അള്ളാഹിന്റെ ദീനിനെ നിങ്ങൾ സഹായിച്ചാൽ യൻസുറുക്കും അലൽ കുഫാർ, കാഫിറുകൾക്കെതിരെ നിങ്ങൾക്ക് അള്ളാഹു വിജയം തരും. ദീനിന്റെ മാർഗത്തിൽ നിങ്ങൾ ഉറച്ചു നിന്നാൽ ഇടപെടേണ്ടുന്ന സമയത്ത് അള്ളാഹു ഇടപെടും. നമുക്ക് ആശ്വാസം തരുന്ന വാക്കല്ലേ ഇത്? അപ്പൊ എന്താണ് ദീന്? നിങ്ങൾ ആലോചിച്ചു, എന്താണ് ദീന്? ദീന് പറയുമ്പോൾ നമ്മൾ പഠിക്കേണ്ടത്, ഖുർആൻ നമ്മളോട് പറയണത്, നിങ്ങളുടെ ദീനിൽ, നിങ്ങളുടെ സ്വഭാവത്തിൽ ഒരിക്കലും ഇസ്രായേലിയത്ത് വരരുത്. ഇസ്രായേലിയത്ത് വരരുത്. ഞാൻ എന്താണെന്ന് 2 വാക്കിൽ പറഞ്ഞുതരാം. അപ്പൊ എന്താ ദീന്? ദീന് എന്ന് പറഞ്ഞാൽ ഓരോരുത്തര് ദീനിനെ ഓരോ തരത്തിലാണ് അവതരിപ്പിക്കുക അല്ലെ. ചിലർക്ക് ആചാരം മാത്രമാണ്, ചിലർക്ക് കുറച്ച് അനുഷ്ഠാനങ്ങൾ മാത്രമാണ്. എങ്കിൽ സഹോദരങ്ങളെ, ദീൻ എന്നത് ഒരു മനുഷ്യന്റെ സംസ്കാരമാണ്, നമ്മുടെ ജീവിതത്തിന്റെ സൂക്ഷ്മതയാണ്, നമ്മുടെ ജീവിതത്തിന്റെ ചിട്ടയാണത്. മാത്രല്ല, നമ്മുടെ ജീവിതത്തിലെ കേടുള്ള ഭാഗങ്ങളെ ചെത്തിക്കളഞ്ഞ് നന്മയുടെ ചെറിയ ചെറിയ ഭാഗങ്ങൾ നട്ടുവളർത്തലാണ്. അങ്ങനെ കണ്ടാൽ ഒരു ദീനുള്ള ഒരു മനുഷ്യൻ എന്ന് നമ്മൾ പറയുന്നത് ഇതിനെയാണ്. അതുകൊണ്ട് തന്നെ
നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നമ്മൾ മനസ്സിലാക്കിയ ദീൻ നമ്മുടെ ജീവിതത്തിലുണ്ടോ? നിങ്ങളോടല്ലട്ടോ ചോദ്യം, നമ്മളൊന്ന് സ്വയം ചിന്തിച്ചു നോക്കുക. അള്ള ഇടപെടേണ്ടുന്ന സമയത്ത് ഇടപെടും. ചില നേരത്തെ നമുക്ക് തോന്നും എന്തേ അള്ളാഹു ഇടപെടാത്തതെന്ന്. അള്ളാഹുവിനൊരു നടപടിക്രമമുണ്ട്, നേരെ നോക്കണം. അള്ളാന്റെ നടപടിക്രമം എന്തറിയോ? നിലനിൽക്കാൻ അർഹതയുള്ളത് മാത്രമേ അള്ളാഹു നിലനിർത്തുള്ളൂ. അനുഗ്രഹങ്ങൾ കിട്ടി എന്നതുകൊണ്ട് ഒരു സമൂഹത്തെ അള്ളാഹു നിലനിർത്തണമെന്നില്ല. അതെന്തിനാണ്? ഇസ്രായേല്യരുടെ കഥ നമുക്ക് പറഞ്ഞിട്ടുണ്ടറിയോ? ലോകത്ത് ഏറ്റവും കൂടുതൽ അനുഗ്രഹങ്ങൾ കിട്ടിയവരാണ് ഇസ്രായേല്യർ. കൂടുതൽ നബിമാരെ അവരിലാ വന്നത്. അള്ളാഹുവിന്റെ ഏറ്റവും കൂടുതൽ അനുഗ്രഹം ഭൗതികമായി കിട്ടിയവര്. സമ്പൽ സമൃദ്ധമായ നാട്, യൂപ്രട്ടീസ്, ടൈഗ്രീസ്, നൈല്, ഇതെല്ലാം കിട്ടിയത് അവരുടെ നാട്ടിലാണ്. അങ്ങനെ ഭൗതികവും ആത്മീയവുമായ എല്ലാം കിട്ടിയിട്ട് അവരെ ശിക്ഷിച്ചതുപോലെ അള്ളാഹു വേറൊരു ഖൗമിനെ ശിക്ഷിച്ചിട്ടില്ല. അല്ലെ? അവരെ ശിക്ഷിച്ചതുപോലെ അള്ളാഹു വേറൊരു ഖൗമിനെ ശിക്ഷിച്ചിട്ടില്ല. രൂപവ്യത്യാസം വരുത്തിയിട്ട് കുരങ്ങുകൾ വരെ ആക്കി മാറ്റിയത് അവരെയാണ്. ഹിൻസീറും അല്ലെ ഖിറുതുകളും പന്നികളും കുരങ്ങുകളൊക്കെ ആക്കി മാറ്റിയത് അവരെയാണ്. എന്ന് വെച്ചാൽ അള്ളാഹുവിന്റെ തൃപ്തിക്ക് വിധേയമാവണമെങ്കിൽ അനുഗ്രഹങ്ങൾ കിട്ടാന്ന് മാത്രല്ല, കിട്ടിയവയോട് നമ്മുടെ സമീപനം എങ്ങനെയാണ് എന്നുള്ളതാണ്. അവിടെയാണ് ദീനിന്റെ പ്രസക്തി വരുന്നത്. നമ്മൾ മനസ്സിലാക്കിയ ദീൻ നമ്മുടെ ജീവിതത്തിലുണ്ടോ? ഇന്ന റബ്ബക ലബിൽ മിർസാദ് ആയത്ത് അങ്ങനെ തന്നെ വെക്കണേ. എങ്ങനെ? അള്ളാഹു നമ്മെ സഹായിച്ചിരിക്കും, തീർച്ചയാണ്. പക്ഷെ അതിനൊരു യോഗ്യതയുണ്ട്. യോഗ്യതകൾ 2-3 മാത്രം ഞാൻ എണ്ണി പറഞ്ഞുതരാം, നമുക്ക് വേഗത്തിൽ അവസാനിപ്പിക്കാം. അള്ളാഹു നമ്മളെ സഹായിക്കണോ? ഒന്നാമത് വേണ്ടെന്നറിയോ? അള്ളാഹുവിന് കീഴ്പ്പെടുന്ന ഒരു ജീവിതം ഉണ്ടാവുക. ഇബാദത്ത് അള്ളാഹുവിന് മാത്രം. നമ്മൾ സാധാരണ പറയാറുണ്ട് തൗഹീദ് എന്ന് പറയാറുണ്ട്. ആരാധന അള്ളാഹുവിന് മാത്രം, വിളിച്ചു തേടൽ അള്ളാഹുവിനോട് മാത്രം. കലർപ്പില്ലാത്ത ഈമാൻ, കലർപ്പില്ലാത്ത ഈമാൻ. ഞാനിതിന് കുറെ ബയാൻ തരുന്നില്ല. ചില ആളുകളൊക്കെ അള്ളാഹു അല്ലാത്തവരോടുള്ള വിളി ഇങ്ങനെ കേട്ടാൽ നമ്മൾ അത്ഭുതപ്പെട്ടു പോകും. അള്ളാഹുവിന്റെ റസൂലിന്റെ ഖബറിലേക്ക് വരെ തിരിഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുമ്പോ അവിടെ നിൽക്കുന്ന മുത്തവ്വമാര് പറയും, കാരണം ഒന്ന് വടക്കും പടിഞ്ഞാറ് വേറെയാണല്ലോ, കാബത്തേക്ക് തിരിയും, ഇങ്ങോട്ട് തിരിയരുതേ എന്ന് പറയും. കാബയിലേക്ക് തിരിഞ്ഞു പ്രാർത്ഥിക്കുന്ന അതിനേക്കാൾ ഇരട്ടി ഭക്തിയാണ് ഇങ്ങോട്ട് വരുമ്പോ. ശിർക്ക് അവിടെയാണ് കടന്നു വരുന്നത്. നമ്മുടെയൊക്കെ നാട്ടിലുള്ള ഏതെങ്കിലുമൊക്കെ ജാറങ്ങളിൽ നിങ്ങൾ ചെന്ന് നോക്കൊണ്ടു, പിന്നോട്ട് അവനവന്റെ പിൻസീറ്റ് ഇതിന് നേരെ ആക്കാതെ പിന്നോട്ട് ഇങ്ങനെ വരും. അത്ര വരെ വക്കാറത്താണ്. ഈ വക്കാറത്ത് കിടക്കുന്ന മനുഷ്യനോടല്ല വേണ്ടത്, മറിച്ച് അള്ളാഹുവോടാണ് വേണ്ടത്. അല്ലാ എന്ന് വിളിച്ചാൽ ഖൽബ് നിറയണം. നമ്മൾ സാധാരണ പറയലുണ്ട്, എന്താ തൗഹീദ് എന്നറിയാം? നമ്മുടെ റബ്ബിനെ നമ്മൾ എവിടെ വിളിച്ചാലും അള്ളാഹു മുമ്പിൽ ഉണ്ടാവണം. എന്റെ റബ്ബ് ഞാൻ വിളിക്കുന്നിടത്തുണ്ടാവും, വിളിപ്പുറത്തവനുണ്ടാവും. ആ ഒരു യഖീന് നമ്മുടെ ഖൽബിൽ വേണം. ഇങ്ങനെ എന്റെ റബ്ബിനെ ഞാൻ വിളിച്ചാൽ എന്റെ റബ്ബ് അവിടെ ഉണ്ടാവും, അവൻ എന്നെ സഹായിച്ചിരിക്കും. ആ ഉറപ്പ് നമ്മളും നമ്മുടെ റബ്ബും തമ്മിൽ ഉണ്ടാക്കണം. അള്ളാഹു സഹായിച്ചിരിക്കും. ഈ ലാ തഹ്സൻ ഇന്നല്ലാഹ മഅനാ ഉണ്ടല്ലോ, നമ്മൾ പഠിച്ച വാക്കാണ്. ആ വാക്ക് റസൂലുള്ള പറയണ എവിടെയെന്ന് ചോദിച്ചാൽ, സൗർ മലയിൽ അള്ളാഹുവിന്റെ റസൂൽ ഇരിക്കുമ്പോ ശത്രുക്കൾ ഇതിന്റെ മുമ്പിൽ വരുന്നുണ്ട്. ചെലന്തിയെ കൊണ്ടാണ് അള്ളാഹു തടയുന്നത്. അവരുടെ കമന്റ്സ് വരെ എന്താ? മുഹമ്മദിന്റെ ഉപ്പയെക്കാളും പ്രായമുള്ള ചെലന്തിയായി നിൽക്കുന്നത്, പിന്നെ അതിനകത്ത് എന്ത് മുഹമ്മദ് എന്നാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലേ? അന്നത്തെ കാലത്ത് ഏറ്റവും വലിയ ആയുധമാണ് ഹൈഡ്രജൻ ബോംബാണ് അവരുടെ കയ്യിലുള്ളത്, മൂർച്ചയേറിയ വാള്. അതിനേക്കാൾ വലിയ ആയുധം ലോകത്തിൽ ആ കാലഘട്ടത്തിൽ 1500 കൊല്ലം മുമ്പ് ആ മൂർച്ചയുള്ള വാളിനെ
അള്ളാഹുവിന്റെ റസൂലിനെയും സിദ്ദീഖുൽ അക്ബറിനെയും സംരക്ഷിക്കാൻ അള്ളാഹ് അതിൽ നിന്ന് സംരക്ഷിച്ചത് എന്തുകൊണ്ടാ? ചെലന്തി കൊണ്ടാ അല്ലെ? ചെലന്തി അന്നും ഇന്നും നമ്മുടെ ഒരു തൊടലിനൊരു സ്പർശനത്തിന് പോലും താങ്ങാൻ കഴിയില്ല. അത്ര നിസ്സാരമാണ്. ആ മൂർച്ചയേറിയതിനെ ഈ നിസ്സാരമായത് കൊണ്ടാണ് അള്ളാഹു തടഞ്ഞത്. ഇന്നും അള്ളാഹു കാക്കും. പക്ഷെ കാക്കപ്പെടേണ്ടുന്ന ഒരു മുതലാണ് ഞാൻ എന്ന് നമ്മളെ കുറിച്ച് അള്ളാഹുവിന് തോന്നുമോ? അവന് തോന്നണ്ടേ അല്ലേ? അങ്ങനെ തോന്നിപ്പിക്കാൻ നമുക്ക് കഴിഞ്ഞാൽ അതാണ് ഒന്നാമത് നമ്മുടെ ദീൻ എന്ന് പറയുന്നത്. രണ്ടാമത് സഹോദരങ്ങളെ, രണ്ടാമത് ഈ വൈരിൽ മഹ്ലൂബി അലൈഹിം വലല്ലാലീൻ. നമ്മള് ഫാത്തിഹ സൂറത്തില് ഓതുന്നതാണല്ലോ. എല്ലാ നേരവും എല്ലാ വക്തിലും ഓരോ റക്കായത്തിൽ ഓതണം. ആ റക്കയിൽ നിന്നാണ് അഹ്ലു കിതാബിൽ നിന്ന് ഒരു കാവലിനെ ചോദിക്കലാണ്. ഇത് ജൂത ക്രൈസ്തവ വിഭാഗങ്ങൾ മാത്രമല്ല, ഇതൊരു സംസ്കാരമാണ്. എന്താണ് സംസ്കാരം? അള്ളാഹുവിന്റെ കോപം വരുന്നതിൽ നിന്നെല്ലാം റബ്ബേ ഞങ്ങളെ കാക്കണേന്നാണ്. എന്തുകൊണ്ടൊക്കെയാണ് അള്ളാഹുവിന്റെ കോപം വരിക? ഇസ്രായേലിയത്തിനെ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. ഒന്ന്, അള്ളാഹുവിന്റെ മതത്തെ അറിഞ്ഞിട്ട് നിരന്തരമായി താന്തോന്നികളായി മാറുക. നിങ്ങൾ വായിക്കണം കേട്ടോ, നന്നായിട്ട് ചേർക്കണേ. മനസ്സിലാക്കിയിട്ട് താന്തോന്നികളായിട്ട് മാറുക. രണ്ടാമത്, എനിക്ക് ഞാൻ തന്നെ മതി, ഇതെല്ലാം എന്റേതാണ്, എന്നെ ആർക്കും ഒന്നും ചെയ്യാൻ കഴിയില്ല, എനിക്കൊന്നും സംഭവിക്കൂല, എനിക്ക് തോന്നിയതുപോലെ ഞാൻ ജീവിക്കും. ഈ അവസ്ഥ വന്നാൽ അള്ളാഹു പിടികൂടും. നിങ്ങൾ ലോകത്തെ ഏത് ചരിത്രവും എടുത്ത് പഠിക്കുക. ചരിത്രങ്ങൾ പറയാൻ സമയമില്ല. എല്ലാ ചരിത്രവും വായിക്കുക. കാരണം നമ്മൾ എപ്പോഴും മരിക്കുന്നത് വരെയും ചരിത്ര വിദ്യാർത്ഥികളാവണം. എന്നിട്ട് ഈ ആയത്തും പാഠം ഒന്ന് ചേർത്തി വെക്കുക. ആ ചേർത്തി വെക്കുമ്പോ നമുക്ക് അതിന്റെ ഒരു ബോധ്യം വരും. അള്ളാഹു നമ്മളെ പഠിപ്പിക്കുന്നത്, നിഅമത്തുകളെ ദുരുപയോഗം ചെയ്താൽ അള്ളാഹു പിടികൂടും. നമ്മളാണ് അത് ചെയ്യുന്നതെങ്കിൽ നമ്മളെയും പാഠമാക്കും. അല്ലെ? അള്ളാഹുവിന് ഉദ്ദേശിക്കുന്ന വിധത്തിൽ നമുക്ക് നന്മ തരും. എന്നിട്ട് എന്താ റസൂലുള്ളാഹി പറഞ്ഞറിയോ? നന്ദി കാണിച്ചില്ലെങ്കിൽ ഈ നന്മകളെ, ഈ നിഅമത്തുകളെ അള്ളാഹു നിഖ്മത്തുകളാക്കി, അനുഗ്രഹങ്ങളെ നിഗ്രഹങ്ങളാക്കി അള്ളാഹു മറിച്ചു കളയുന്നതാണ്. എന്നിട്ട് ഫറവോന്റെ കഥ പറഞ്ഞു തരിക. രാജസിംഹാസനത്തിൽ നിന്ന് പിടിച്ചു കൊണ്ടുവന്ന് കടൽ തിരയിലിട്ട് കൊന്നതുപോലെ. എങ്ങനെയാ പറഞ്ഞത്? ഫറവോനെ ഇവിടുന്ന കൊണ്ടുവരണേ? അവന്റെ പ്രവൃത്തികളെയും കൊണ്ടുവരുന്നത് എവിടുന്നാണ്? രാജസിംഹാസനത്തിൽ നിന്നാണ്. കൊല്ലുന്നത് എവിടെ ഇട്ടാണ്? ഈ വെള്ളത്തിൽ വെച്ചാണ്. ഈ വെള്ളം തൊട്ടടുത്ത നിമിഷം ഒരു പാലസിലൂടെ നടക്കുന്ന ഫീലിംഗ് ഈ മുഅ്മിനുകൾക്ക് കൊടുത്തു. അവരെ രക്ഷപ്പെടുത്തിയിട്ട് അവര് മറുകരയെത്തിയപ്പോ രക്ഷ നൽകിയ അതേ വെള്ളമാണ് അവരെ നശിപ്പിക്കുന്നത്. ചേർത്തി വായിക്കുക. അതുകൊണ്ട് തന്നെ ഇസ്രായേലിയരിൽ കണ്ടുവരുന്ന നന്ദികേടുകൾ ഒരിക്കലും വരരുത്. ഒന്ന് ശിർക്ക് വരരുത്, ഒന്ന് അഹങ്കാരം വരരുത്. രണ്ട്, ഫറവോനെ നശിപ്പിച്ച ഉടനെ ഖുർആൻ നമുക്ക് പറഞ്ഞു തരുന്ന ഒന്നാമത്തെ വാക്കെന്തറിയോ? കുലു മിൻ ത്വയ്യിബാതി മാ റസഖ്നാകും. നാം നിങ്ങൾക്ക് തന്ന നല്ലത് തിന്നണം. വലാ തതഉ ഫീഹി, അന്നത്തിൽ ഉപയോഗത്തിൽ നിങ്ങൾ അതിര് കവിയരുത്. അങ്ങനെ അതിര് കവിഞ്ഞാൽ ഫയഹില്ല അലൈക്കും ഖലബി, എന്റെ കോപം നിങ്ങളെ വന്ന് ഭവിക്കും. എന്റെ കോപം ആരുടെയെങ്കിലും മേൽ വന്ന് ഭവിച്ചാൽ അവൻ തുലഞ്ഞത് തന്നെ, അവൻ നശിച്ചത് തന്നെ. അള്ളാഹ് പറഞ്ഞുതരാണ്, ഇവിടുന്ന് കൊണ്ടുവന്നിട്ട് വെള്ളത്ത് കിട്ട പോലെ നിങ്ങളെ ഞാൻ ഇല്ലാതാക്കുന്നതാണ്. അന്നത്തിൽ, ഭക്ഷണത്തിൽ വായിന്റെ രുചി മാത്രം നോക്കി, വയറിന്റെ മാത്രം പ്രശ്നം നോക്കിയിട്ട് കൈകാര്യം ചെയ്താൽ ഉള്ള അനുഗ്രഹങ്ങൾ ആസ്വദിക്കാൻ കഴിയില്ല കേട്ടോ എന്ന് അള്ളാഹു ഇസ്രായേല്യരെ ഉദ്ധരിച്ചുകൊണ്ട് നമ്മളെ പഠിപ്പിച്ചിരുന്നു. അപ്പോ വയറും ശ്രദ്ധിക്കണം, വായും ശ്രദ്ധിക്കണം, അള്ളാഹുവിന്റെ കൽപ്പനകൾ അനുസരിക്കണം. അടുത്തത് ഏതറിയാമോ? ഇസ്രായേല്യരുടെ മറ്റൊരു ദുസ്വഭാവം എന്ന് പറയുന്നത് നമസ്കാരത്തെ അവർ നിസ്സാരമായി കണ്ടു.
വഇദാ നാദൈതും ഇലസ്സലാ ഇത്തഹദൂഹാ ഹുസുബൻ വലഇബ. നിസ്കാരത്തിന് വേണ്ടി വിളിച്ചാൽ അവരതിനെ തമാശയായിട്ടാണ് കാണുക. നിസ്കരിക്കാത്ത മുസ്ലിം കൂട്ടത്തിലില്ലേ? നിസ്കരിക്കണ മുസ്ലിമാ കൂടുതൽ, നിസ്കരിക്കാത്തവരാ കൂടുതൽ. ചേർത്തി വായിച്ചു നോക്ക്. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. നിസ്കരിക്കാത്ത മുസ്ലിമീങ്ങൾ നമ്മുടെ കൂട്ടത്തിലുണ്ട് സഹോദരങ്ങളെ. നമസ്കാരം ഒരു വക്ത് നഷ്ടപ്പെട്ടാൽ യാതൊരു വിഷമവും തോന്നാത്ത മുസ്ലിം ഉണ്ടാവുക ഭയങ്കര അപകടമാണത്, ഭയങ്കര അപകടമാണ്. അള്ളാഹു അവന്റെ കരുതലിൽ നിന്ന് നമ്മളെ ഒഴിവാക്കുന്ന ഒരു സംഗതിയാണത്. അതുകൊണ്ട് നിസ്കാരത്തിന്റെ കാര്യം നമ്മൾ പഠിച്ചതാണ്. നിസ്കാരത്തിന്റെ കാര്യത്തിൽ വീഴ്ച വരുത്തരുത്. ഇസ്രായേലിയത്ത് എന്ന് പറയുന്നത് ഒന്നാമതെന്താ? നിസ്കാരത്തെ ഒരു നിസ്സാരമായി കാണുക. നന്മയിലേക്ക് വരൂ, വിജയത്തിലേക്ക് വരൂ എന്ന് പറയുമ്പോ അതിനെ തമാശയായി കാണുക എന്ന് പറയുന്നത് ഗുരുതരമായ പിഴവാണ്. മറ്റൊന്ന് പലിശയാണ്. ഇസ്രായേലിൽ കണ്ടത് ഞാൻ വേഗം പറഞ്ഞു പോകുക കേട്ടോ. പലിശയാണെന്ന്. അവര് ആദ്യമായി ലോകത്ത് സാമ്പത്തിക ക്രമക്കേടുകൾ കാണിച്ചു തുടങ്ങുന്ന ശുഐബ് നബിയുടെ കൗമുണ്ട്. അയാൾ പിന്നീട് വരുന്നവരാണ്. ഇവരിൽ നിന്ന് പഠിപ്പിക്കുന്നത് ഇതാണ്. സാമ്പത്തിക ക്രമക്കേടുകൾ അങ്ങേയറ്റുണ്ടായി. നിങ്ങൾ നമ്മുടെ തന്നെ ജീവിതം ആലോചിച്ച് നോക്കൂ. സാമ്പത്തിക ക്രമക്കേടുകളിലൂടെ ഏതെങ്കിലും ഒരാൾക്ക് വിജയമുണ്ടായതായി നമുക്ക് കാണുമോ? പൈസ ഉണ്ടാവും, ലാഭം ഉണ്ടാവും, ബർക്കത്ത് ഉണ്ടാവില്ല. വന്നത് ഇന്നൊരു കണക്കുണ്ടാവും, പോയത് ഏതാന്ന് അറിയില്ല. ഈ ഒരു സാഹചര്യം ഉണ്ടാവും. കുറച്ചുള്ളൂ എങ്കിലും ഉള്ളതിൽ ബർക്കത്തിനെ തേടണം. പലിശ എന്ന് പറയുമ്പോ അത് നീട്ടി പറയേണ്ടതാട്ടോ, ഞാൻ സൂചന മാത്രം തരുന്നു. ഇന്ന് നമുക്കും അതൊരു പ്രശ്നമല്ലാതായി വരുന്നു. പല പ്രശ്നങ്ങളും പലിശയിൽ അധിഷ്ഠിതമാണ്. എന്താ അങ്ങനെ പറയാൻ കാരണം ചോദിച്ചാൽ, ഇന്ന് പല ആളുകളുടെയൊക്കെ നമ്മുടെയൊക്കെ തന്നെ വീടിന്റെ ആധാരങ്ങൾ എവിടെയാണ് എന്ന് അന്വേഷിച്ചാൽ പലരുടെയും ബാങ്കിലാണ്, പണയത്തിലാണ്. എന്തിനാണ് പണയം വെച്ചത് എന്ന് ആലോചിച്ച് നോക്കിയാല് ചിലപ്പോ നിസ്സാരമായ കാരണങ്ങൾ തന്നെ ആയിരിക്കും. ഇങ്ങനൊക്കെ പറയുമ്പോൾ ചിലപ്പോൾ ബുദ്ധിമുട്ട് വരുമ്പോ നമുക്ക് അതല്ലാതെ വേറെ എന്താണ് വഴി എന്ന് തോന്നിയേക്കാം. എന്നങ്ങള് നിസ്സാരമായി നമ്മളൊക്കെ പലിശനെ കാണുന്ന എങ്ങനെയാ? എനിക്കൊരു വീട് വെക്കണം, എന്താണ് ആകെ 5 ലക്ഷം രൂപ ഉണ്ട്, അല്ലെങ്കിൽ ഒരു 10 റുപ്യ ഉണ്ട്. 10 റുപ്യ കൊണ്ട് ഏതായാലും വീട് വെക്കാൻ കഴിയില്ലല്ലോ. നമുക്ക് എന്ത് ചെയ്യാം? പിന്നെ അടുത്തത് വരും, നമുക്ക് ലോൺ എടുക്കുക. ഒരു ചെറിയ വാഹനമുണ്ട് കയ്യിൽ, ഒരു കാറുണ്ട്, ഇതൊന്ന് മാറ്റണം. എന്തപ്പോ ഇതിന് കുഴപ്പം? ഇതിൽ പോണ പോക്ക് തന്നെയാണ് അപ്പുറത്ത് പോവുക. എന്നാലോ അത് മറ്റൊരു പുതിയ കാറ് വാങ്ങാൻ ഏതായാലും കാശില്ല. എന്നാലോ ഉടനെ പലിശയിലേക്ക്. നമ്മുടെ ആദ്യത്തെ ധാരണ വരുന്നത് പലിശയാണോ? ബുദ്ധിമുട്ടിയിട്ട് ചിലപ്പോ ഒരാൾക്ക് വേറൊരു വഴിയൊന്നുമില്ല. അയാൾക്ക് പടച്ചോന്റെ അടുത്ത് എന്തെങ്കിലും രക്ഷ ഉണ്ടാവും. കാറ് വാങ്ങിയ എനിക്കും, പലിശ വാങ്ങിയിട്ട് വീട് വെച്ച എനിക്കും പടച്ചോൻ രക്ഷ തരുന്ന് നമുക്ക് തോന്നുന്നുണ്ട് സഹോദരങ്ങളെ. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാവട്ടെ കേട്ടോ. ഞാൻ പറഞ്ഞത് നമ്മൾ നിൽക്കുന്ന ഒരു സ്ഥാനം നോക്കുക എന്നാണ്. പല കുടുംബവും നിസ്സാരമായി കാണുക. നമ്മുടെയൊക്കെ പല ഈ സ്ത്രീ പദ്ധതികളൊക്കെ നമുക്ക് കാണാൻ കഴിയും. പല പെണ്ണുങ്ങളെ നിങ്ങൾ ആലോചിച്ച് നോക്കൂ. കുടുംബിനികള് ഒക്കെ കട്ട പലിശ, എങ്ങനെയാണ് അതിന് മലയാളം പറഞ്ഞത് എനിക്കറിയില്ല. പല ബാങ്കുകളിലൊക്കെ 10-12% 28% വരെ പലിശക്ക് പണം വാങ്ങുന്ന ആളുകളുണ്ട്. ചില കുടുംബ പദ്ധതികളിലൊക്കെ നിങ്ങൾ പരിശോധിച്ച് നോക്കുക. ഞാനിങ്ങനെ വളരെ പ്രയാസപ്പെട്ട ഒരു കുടുംബത്തിന്റെ കേസിൽ ഇടപെടേണ്ടി വന്നു. എന്നിട്ട് പിന്നെ അതല്ലാന്നുണ്ടെങ്കിൽ ഭയങ്കര അപകടം ഉണ്ടാവുമെന്ന് വെച്ചപ്പോ ചെന്ന് വേറൊരാളെടുത്ത് പലിശന്റെ അക്കൗണ്ടിൽ നിന്ന് പണം വാങ്ങിയിട്ട് ഇത് ക്ലോസ് ചെയ്യാൻ വേണ്ടി ചെന്നപ്പോ പറഞ്ഞു, എത്ര ശതമാനം അങ്ങടെ പലിശ എന്ന് ചോദിച്ചു. അപ്പൊ അവര് ചെന്നു, സാറേ ഞങ്ങളുടെ ഇത് 28% എന്ന് പറഞ്ഞു. 28% എന്ന് ചോദിച്ചു. ഞാൻ ചോദിച്ചു, എന്നാ പിന്നെ നിങ്ങൾക്ക് അവരെ കൊന്നു തിന്നാൽ മതിയായിരുന്നില്ലേ എന്നുള്ളതാ. എന്ന് വെച്ചാൽ അത്ര അതും പോയി വാങ്ങിക്കുന്നതിന് മടിയില്ലാത്ത ആളുകൾ ഉണ്ടാവുന്നു എന്നുള്ളതാണ്. അങ്ങനെ ലോട്ടറി, ചൂതാട്ടം വ്യാപകമാണ്. നമ്മുടെയൊക്കെ ടൗണുകളിൽ നിങ്ങൾ ചെന്ന് നോക്കൂ. രാവിലെ സുബൈ ബാങ്ക് കൊടുക്കുന്നതിന്റെ മുമ്പ് തുറക്കുന്ന ഒന്നാമത്തെ സ്ഥാപനം ഏതായിരിക്കും എന്നറിയാം? ടൗണിൽ കൂടി ഒന്ന് ഇങ്ങനെ നടന്നു നോക്കിയാൽ മതി. സുബഹിസ്കാരത്തിന്റെ മുമ്പ് കടന്നാലും ആദ്യം തുറക്കുന്നതാ. ഞാൻ പാലക്കാട്ടിലാണ്, ഞാൻ എന്റെ നാടിന്റെ സാഹചര്യം അവരോട് പറഞ്ഞ. എറണാകുളത്തെ സാഹചര്യം ഞാൻ നടക്കാത്തതുകൊണ്ട് എനിക്ക് നന്നായി അറിയില്ല. സ്ത്രീകളുടെ ഇതൊന്നാണ് കേട്ടോ. അടുത്തത് സമയമില്ല. സ്ത്രീകളുടെ അനിയന്ത്രിതമായ അഴിഞ്ഞാട്ടം അത് ആ കാലഘട്ടത്തിനൊരു സ്വഭാവമായിരുന്നു. ഇന്ന് വ്യഭിചാരം വർദ്ധിച്ചെന്ന് മാത്രമല്ല,
അഹ്ലു കിതാബുകൾക്ക് വ്യഭിചാരം ഒരു പ്രശ്നമേ അല്ല. അങ്ങനെ ഒരു സാഹചര്യത്തിലേക്ക് നമ്മുടെ മനസ്സും അല്ലെ നമ്മളും അറിയാതെ ചേർന്നു പോയി. ഈ സാഹചര്യങ്ങളൊക്കെ നിങ്ങൾ ചേർത്തി വായിക്കണം. അത് വന്നാൽ അതൊരു ഇസ്രായേലിയത്താണ്. അത് ജീവിതത്തിൽ വരാതിരിക്കാൻ ശ്രദ്ധിക്കണം. അസൂയ, അഹങ്കാരം, പരസ്പര ബന്ധങ്ങൾ വിച്ഛേദിക്കൽ, പക, ഇതെല്ലാം ഇസ്രായേലിൽ നിന്ന് കടന്നു വന്നതാണ്. ഇത് വരാതിരിക്കാൻ ശ്രദ്ധിക്കണം. വകാനൂ ലാ യതനാഹൗന അൻ മുൻകരിൻ ഫഅലൂഹു. ചെയ്യുന്ന തിന്മകളെ പരസ്പരം വിരോധിക്കാതിരിക്കുക, ഇത് അവരിലെ ഏറ്റവും വലിയ ഒരു അപകടമാണ്. സഹോദരങ്ങളെ, അതീവ ഗുരുതരമാണ് ഈ മേഖല. ശ്രദ്ധകൾ അനിവാര്യമാണ്. നന്മകൾ വർദ്ധിപ്പിക്കണം. പാപങ്ങളില്ലാതെ ജീവിക്കാൻ ശ്രദ്ധിക്കണം. അള്ളാഹു ഇടപെടേണ്ടുന്ന സമയത്ത് അള്ളാഹു ഇടപെടും. പടച്ചോൻ ഇടപെട്ടില്ലേ? ഞാൻ ദൈവാണെന്ന് പറഞ്ഞുകൊണ്ട് അവതാരമായി വരാൻ നിന്ന ഒരാളെ പോലും പിടിച്ച് താഴത്തേക്ക് നിർത്തിയില്ലേ? എന്തൊക്കെ നമ്മൾ എന്തെങ്കിലും ചെയ്തിട്ടാ? അല്ലല്ലോ, അള്ളാഹു ചെയ്യേണ്ടതൊക്കെ ചെയ്യും. ആശ്വാസം അള്ളാഹു തരും. അമലുകൾ ചോരാതെ നോക്കണം. ഇൻ തൻസുറു ദീനല്ലാഹ് യൻസുറുക്കും അലൽ കുഫാർ. അള്ളാന്റെ ദീനനുസരിച്ച് ജീവിച്ചോ, അള്ളാഹു കുഫാറുകൾക്കെതിരെ നിങ്ങൾക്ക് ആത്മബലം തരുമെന്നാണ്, വിജയം തരുമെന്നാണ്. അള്ളാഹു ഇന്ന റബ്ബക ലബിൽ മിർസാദ്. ആശയത്തെ നമ്മുടെ മനസ്സിലേക്ക് ആവാഹിക്കാൻ നമുക്ക് കഴിയണം. പ്രാർത്ഥിക്കണം. അള്ളാഹു നമ്മെ തുണക്കുമാറാവട്ടെ. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ് വസല്ലല്ലാഹു അലാ നബിയിനാ വഹബീബിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. യാ അയ്യുഹല്ലദീന ആമനൂ തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. സ്നേഹമുള്ളവരെ, അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കണമേ എന്നൊരിക്കൽ കൂടെ ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അള്ളാഹുവിന് നമുക്കെല്ലാം തൗഫീഖ് നൽകുമാറാവട്ടെ. ഞാൻ പറഞ്ഞത്, അള്ളാഹു നമ്മുടെ കൂടെ ഉണ്ട്. അള്ളാന്റെ കൂടെ ഞാനുണ്ടാകണം എന്നൊരു ഉറപ്പ് നമുക്കുണ്ടാവണം. അപ്പൊ നമ്മൾ അറിയാത്തൊരു ഇസ്സത്ത്, ഒരു അഭിമാന ബോധം നമുക്ക് വരും. ഞങ്ങൾക്ക് ചെറിയൊരു കഥ പറഞ്ഞു തരാനുള്ള സമയം കൊണ്ട്. അബ്ദുല്ലാഹ് ബിൻ ഹുദാഫ റളിയല്ലാഹു അൻഹു, ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ഭരണകാലമാണ്. അങ്ങനെ റോമുമായിട്ടൊരു യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്നതിനിടക്ക് ഇബ്നു ഹുദാഫയെയും കുറച്ചാളുകളെയും ബന്ദികളാക്കി പിടിച്ചുകൊണ്ടുപോയി. ഇബ്നു ഹുദാഫ എന്ന് പറഞ്ഞ ഒറ്റ നോട്ടത്തിൽ അതീവ സൗന്ദര്യമുള്ള, ആരെയും ആകർഷിക്കാൻ കഴിയുന്ന അങ്ങനത്തെ ഒരു നല്ല ബോഡി ശാസ്ത്രമാണ് അദ്ദേഹത്തിൻ്റെത്. അങ്ങനെ അദ്ദേഹത്തെ പിടിച്ചുകൊണ്ടായിട്ട് കൈസർ സീസർ അവരോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, നീ ക്രിസ്ത്യാനിയാവണം. അദ്ദേഹം പറഞ്ഞു, അത് ഒരിക്കലും കഴിയൂലെന്ന്. അങ്ങനെ ഒരു സംഗതിയല്ല, നിന്നെ കുരിശിലേറ്റും, നിന്നെ നുറുക്കി നുറുക്കി വെട്ടി നുറുക്കി കളയുന്നു. അപ്പൊ അദ്ദേഹം ചിരിച്ചോണ്ട് പറഞ്ഞു, ഒരു പ്രശ്നമല്ല, അങ്ങനെ വന്നാൽ ആ മരണത്തെ ഞാൻ സന്തോഷത്തോടു കൂടി സ്വീകരിക്കും. അപ്പൊ അതിൽ പരാജയപ്പെട്ട് അദ്ദേഹം പറഞ്ഞ് സീസർ അദ്ദേഹത്തോട് പറഞ്ഞു, ഞാന് നിന്നെ ഇവിടെ മന്ത്രിയാക്കാം, നിന്നെ ഞാൻ ഭരണത്തിൽ പങ്കാളിയാക്കാം, നിനക്ക് എന്തു സൗകര്യമാണോ അതെല്ലാം തരാന്ന് പറഞ്ഞു. മുഹമ്മദിന്റെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാർഗം വെടിയണോ എന്ന് പറഞ്ഞു. അപ്പോ അദ്ദേഹം തിരിച്ചു പറഞ്ഞു, ഈ ലോകം മുഴുവൻ നിങ്ങൾ തന്നാലും അതിന് ഞാൻ തയ്യാറല്ല എന്ന് പറഞ്ഞു. ധൈര്യത്തോടെ പറയുന്നത്. മരണം മുന്നിൽ ഉറപ്പാണ്. സഹോദരങ്ങളെ, ഇത് കേട്ട പാടെ ദേഷ്യം അങ്ങ് കയറിയിട്ട് എണ്ണ തിളപ്പിച്ച് ആ തിളച്ച എണ്ണയിലേക്ക് ഇയാളെ എറിഞ്ഞു കൊല്ലണം എന്ന് പ്രഖ്യാപിച്ചു കൈസർ. അങ്ങനെ അതിന്റെ ആ കൊടൂരത ഇയാൾക്ക് കാണിച്ചു കൊടുക്കാൻ തിളക്കുന്ന എണ്ണയിലേക്ക് പലരെയും എറിഞ്ഞ് കൊന്ന് കാണിച്ചു കൊടുക്കണമെന്ന് പറഞ്ഞു. എല്ലാം ചെയ്ത് ഇദ്ദേഹത്തെ എണ്ണയിലേക്ക് എറിയാൻ കൊണ്ടുപോകുന്ന വേളയിൽ ഇദ്ദേഹം ഉറക്കേണ്ട കരഞ്ഞു. അരെ ഇബ്നു ഹുദാഫ റളിയല്ലാഹു അൻഹു ഉറക്കെ കരഞ്ഞ ഉടനെ ചോദിച്ച്, നിൽക്കട്ടെ, എന്തിനെ കരഞ്ഞു എന്ന് ചോദിച്ചു. അല്ല, എന്റെ ശരീരത്തിൽ ഇത്രയും രോമങ്ങളുണ്ട്, ഈ രോമങ്ങളുടെ അത്ര ശരീരം എനിക്കുണ്ടായിരുന്നുവെങ്കിൽ ഈ ശരീരങ്ങൾക്കൊക്കെ ഈ എണ്ണയിൽ കടന്ന് ഷഹീദാകാമായിരുന്നല്ലോ എന്ന് വിചാരിച്ചോർത്ത് കരഞ്ഞുപോയതാണ്. അത്ര ശരീരം എനിക്കില്ലല്ലോ, എനിക്കൊന്നല്ലേ ഉള്ളൂ എന്നാണ്. ധൈര്യത്തിന് മുമ്പിൽ കൈസർ പരാജയപ്പെട്ടു. അദ്ദേഹം പറഞ്ഞൊരു വാക്കുണ്ട്,
നീ എന്റെ ഈ നെറ്റിയിലൊന്ന് ചുംബിച്ചേ, നിനക്ക് പോകാം എന്ന് പറഞ്ഞു. കാരണം ഇങ്ങനെയുള്ളൊരു മനുഷ്യനെ കൊന്നിട്ട് കാര്യമല്ലല്ലോ. ഞാൻ നിങ്ങളുടെ നെറ്റിയിൽ ചുംബിക്കാം, പക്ഷെ എന്റെ കൂടെയുള്ള ആളുകളെ കൂടെ സ്വതന്ത്രനാക്കണം. അദ്ദേഹം പറഞ്ഞു ആയിക്കോട്ടെ, എന്നാലെങ്കിലും ഒന്ന് തോറ്റു കിട്ടുമല്ലോ. സീസറിന്റെ നെറ്റിയിൽ ചുംബിച്ചുകൊണ്ട് കൂടെയുള്ളവരുമായി മദീനത്തേക്ക് എത്തിയപ്പോ ഉമർ റളിയല്ലാഹു അൻഹു ഈ ബന്ദികളിൽ നിന്ന് ഈ കാര്യങ്ങൾ അറിയുകയാണ്. ഉമർ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തെ കണ്ട ഉടനെ പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഇങ്ങോട്ട് ആ സന്തോഷത്തിന്റെ കണ്ണുനീര് വീണ്, ഞാനിതാ ഇബ്നു ഹുദാഫയെ ആ നെറ്റിയിൽ ചുംബിക്കുകയാണ്, നിങ്ങളും അത് ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് വാരി പുണരുകയാണ്. സ്നേഹമുള്ളവരെ, ഞാനത് പറഞ്ഞത് ആരുടെയും മുൻപിൽ മുട്ടിലിഴയേണ്ടവരല്ല മുഅ്മിനുകളായ നമ്മൾ. നമുക്ക് നമ്മുടേതായ ഒരു ആർജവം ഉണ്ടാവണം, ഒരു ഇസ്സത്ത് ഉണ്ടാവണം. ആ ഇസ്സത്ത് വെറുതെ കിട്ടുന്നതല്ല, ഈമാനിലൂടെ കിട്ടുന്നതാണ്. അത് നശിപ്പിക്കാൻ പൈശാചികത നിറഞ്ഞ ഒരുപാട് സാഹചര്യങ്ങൾ ഉണ്ടാകുമ്പോ ആ പൈശാചികതയിലൂടെ പോവാതെ അള്ളാഹുവിന്റെ ഇസ്സത്ത്, അതിലാണ് ഇസ്സത്ത്, ആ ദീനിലാണ് ഇസ്സത്ത് എന്ന് മനസ്സിലാക്കി ഇന്ന റബ്ബക ലബിൽ മിർസാദ്, അള്ളാഹു ഇടപെടേണ്ട സമയത്ത് അള്ളാഹു ഇടപെടും. ആ ബോധ്യത്തോടു കൂടി നമ്മൾ മുന്നോട്ട് പോകണം. അള്ളാഹുവിനോട് നിരന്തരം പ്രാർത്ഥിക്കണം, ഉള്ള ഈമാൻ നിലനിർത്തി തരാൻ തേടിക്കൊണ്ട് വേണം മുന്നോട്ട് പോവാൻ. അള്ളാഹു സഹായിച്ചിരിക്കും. ഇന്ന റബ്ബക ലബിൽ മിർസാദ്, മായാത്ത മശുകൊണ്ട് ആ വാചകം നെഞ്ചകത്ത് ചേർത്തി വെക്കുക. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. അവന്റെ ഇഷ്ടദാസന്മാരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാവട്ടെ. നമുക്കും നമ്മുടെ മാതാപിതാക്കൾക്കും നമ്മിൽപ്പെട്ട എല്ലാ നല്ലവരായ ജനങ്ങൾക്കും അവനെല്ലാ പാപങ്ങളും വിട്ടുപുറത്തു മാപ്പേകി തരുമാറാവട്ടെ. ഇസ്സത്തോടുകൂടെ, ഈമാനോടുകൂടെ, അള്ളാഹുവിൽ പരിപൂർണ വിശ്വാസത്തോടുകൂടെ ഈ ജീവിതത്തെ ജീവിച്ചു തീർത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദ് ഉച്ചരിച്ച് അള്ളാഹുവിനെ കണ്ടുമുട്ടാനുള്ള സൗഭാഗ്യം പടച്ച റബ്ബ് നമുക്ക് ഓരോരുത്തർക്കും പ്രദാനം ചെയ്യുമാറാവട്ടെ. സകല മുസീബത്തുകളിൽ നിന്ന് അള്ളാഹു നമ്മെ രണ്ട് ലോകത്തു നിന്നും കാത്തുരക്ഷിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത് ഇന്നക മുജീബു ദഅവാതി യാ ഖാളിയൽ ഹജാത് റബ്ബന ഗ്ഫിർ ലനാ വ ലി ഇഖ്വാനിന الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. اللهم أجرنا من النار. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين ونجنا من القوم الظالمين. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار واغفر لنا يا غافر المذنبين. آمين برحمتك يا أرحم الراحمين. اللهم صل وسلم وبارك على نبينا محمد على آله وصحبه أجمعين. وسلام على المرسلين والحمد لله رب العالمين.